ചിരിക്കാനെ തമാശ പറഞ്ഞ എന്നാ പാട്ടോട് പാടി ഫസ്റ്റ് ഒക്കെ ഫുൾ ഇങ്ങനെ കാണുമ്പോ തന്നെ ഇങ്ങനെ ഒച്ചപ്പാടാക്കാനായിട്ട് നിൽക്കുന്നവര്. നമ്മളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഗേൾസ് ഇല്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരാളെ മാത്രമായിട്ട് ഇങ്ങനെ താങ്ങി നടക്കണേ. ഇപ്പൊ ഇവർക്ക് കൊറിയൻ ലുക്കാണോ ഇഷ്ടം? അല്ല വിളിക്കാതെ ഇഷ്ടം ആ രീതിയിൽ മാറിയതാണോ? അല്ല ഞാൻ ഇങ്ങനെ തന്നെ താടി വരാണ്ടല്ല വെക്കണ്ട. നോട്ട് പോയിന്റ്. ആ ലുക്ക് കാണുന്നുണ്ടോ താടിയൊക്കെ വെച്ചിട്ട്? ആള് കുക്ക് ചെയ്ത് തരണം എന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒരു ചായ ചായെങ്കിലും കിട്ടിയ കൊള്ളാന്നുണ്ട്. ചില ഗേൾസിന് ചിലതോ ഇഷ്ടമാവും, ചിലവർക്ക് നന്നായി സംസാരിക്കണം ഇഷ്ടമാവുക, ചിലവർക്ക് ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാവും, ചിലവർക്ക് കലിപ്പാവും. ഇപ്പൊ വഴക്കിട്ട് കഴിഞ്ഞാ ആദ്യം വന്ന് മിണ്ടുന്ന ആരാ? ആണോ? എന്തിവിടെ പോയി മിണ്ടാത്തെ? ഞാൻ കലിപ്പനല്ലേ. അത് നിങ്ങളെ പോലത്തെ 90s പറയുന്നത്. ഞങ്ങൾക്ക് അറിയില്ലടാ. എന്താ 90s ആൾക്കാർ വെറും പറച്ചില് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? നിങ്ങള് റോട്ടി കൂടെ പോകുമ്പോ എണ്ണ വിചാരിക്കും, നടക്കുമ്പോ വണ്ടി പോകുമ്പോ അപ്പൊ ആരെങ്കിലും 90s ആരെങ്കിലും വന്നിട്ട് എന്നെ മേടിച്ചോണ്ടിരുന്ന ചോദിക്കും. പക്ഷെ ചെക്കന്മാരങ്ങനെയല്ല, വന്നിട്ട് ചോദിക്കൊന്നുമില്ല, അപ്പൊ തന്നെ അല്ലെങ്കിൽ കാലിച്ചേരാ അങ്ങനെ പറയുക. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്റെ ഫാമിലിന്നായാലും ഇവിടെ ഫാമിലി നമ്മൾ ഇറങ്ങിയപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായത്. അതെ, ഇതൊരു ബാക്കിയുള്ളവർക്കൊക്കെ അവര് വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി രീതിയിലിരുന്ന്. ചെറിയ ചെക്കനാ, 12 വയസ്സായിട്ടുണ്ടാവുള്ളൂ. ഓനിങ്ങനെ എല്ലാ വീഡിയോ വന്ന് കമന്റ് ഇടും, എന്താ പറയാ ഹറാമികള് അങ്ങനെ പറഞ്ഞിട്ട്. ലാസ്റ്റ് മോൻക്ക് മെസ്സേജ് എനക്ക് എന്തായാലും നോക്കിയ പോരെ, എന്റെ വീട്ടിലായാലും ഞങ്ങളെ മക്കളെ ഞങ്ങൾ നോക്കിക്കൊണ്ട് ജയിലവിടെ ആക്കണ്ടാറുണ്ട്. എന്റെ വീട്ടിലായാലും ഓളുടെ വീട്ടിലായാലും മത ഒന്നും നോക്കില്ല, ഫുള്ള് ക്യാരക്ടർ ആ ഒരു ഇതാ നോക്കുള്ളൂ. രണ്ടാളെ ക്യാരക്ടർ മാത്രം നോക്കില്ല, മതം നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സ്വന്തം കാര്യം നോക്കിയിട്ട് നടക്കാന്നുണ്ടെങ്കിൽ സുഖ. അതന്നെ ഒരു വലിയൊരു മാറ്റം, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ. നിങ്ങളുടെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. നമ്മള് പറഞ്ഞിട്ട് തന്നെ ഇല്ല വീട്ടില്, പറഞ്ഞിട്ടില്ല. ഇല്ല വീഡിയോ കണ്ടിട്ട് മനസ്സിലായി. പാട്ടൊക്കെ പഠിക്കാൻ പോയിണ്ട്. ഏതാ? LKG മതിയല്ലോ. അതെ, ആളെ സഹായിക്കും. നോർമലി ഓനാണ് പാട്ട് പാടാൻ, നല്ല സപ്പോർട്ടും ഉണ്ട്. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലെ ഒരു വൈറൽ കപ്പിളാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു അമ്ന അനാജു. സ്വാഗതം. ഇതാരും ഇതിന്റെ പുറകിലെ ഐഡിയാസ് ഒക്കെ ആരാ? ഇവനാ സ്റ്റാർട്ട് ചെയ്തേ. അങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. പിന്നെ എന്താ അറിയില്ല, നല്ല റീച്ചായി. ഇപ്പൊ അതാണോ കോൺസെൻട്രേറ്റ് ചെയ്യണേ? ഇപ്പൊ ഓൾറെഡി ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങണം, അങ്ങനെ വല്ല പരിപാടി ഉണ്ട് പ്ലാൻ? അല്ല തുടങ്ങിയിട്ടുണ്ട്, വീഡിയോസ് ഇട്ടിട്ടില്ല. എങ്ങനെ ഈ വീഡിയോ പ്രോസസ്സിങ് ഷൂട്ടിംഗ് പരിപാടിയൊക്കെ എങ്ങനെ ശരിക്കും നടക്കണേ? ചിലര് പ്ലാൻ ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഷൂട്ട് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്യും. ചിലർ ഭയങ്കര സ്പോട്ടിലായിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ഒന്നുമില്ല, ഐഡിയ കിട്ടും ആ ടൈം. പ്ലാനിങ് ഒന്നും ചെയ്യാറില്ല, പ്ലാനിങ് ചെയ്തതിനെ പിന്നെ അടിയാവും. അങ്ങനെ അടിയായിട്ട് പോയ മീൻസ് എന്തിട്ടാലും മില്യൺ വ്യൂ ആണല്ലോ. അതിനിപ്പോ പ്ലാൻ ചെയ്ത് അതേ അത്രയും ടേക്ക് എടുത്ത് ഷൂട്ട് ചെയ്ത് മില്യൺ കിട്ടിയ വീഡിയോസ് ഉണ്ടോ നമ്മളിപ്പോ കാണുമ്പോ? അങ്ങനത്തെ വീഡിയോ ഉണ്ടോ? അത് പ്ലാൻ ചെയ്ത് എടുത്താണ്. കൊറേ ടേക്ക് പോയിട്ടുണ്ടായിരുന്നോ? അതിന്റെ പേരില് കൊറേ അടി നടന്നിട്ട്. ശരിക്കും വീഡിയോ എടുക്കാൻ മടി ആർക്കാ ശരിക്കും കൂട്ടത്തിൽ? രണ്ടാൾക്കും ഉണ്ട്. മൂഡ് അനുസരിച്ചിരിക്കും. താല്പര്യം ഉണ്ടാവുമ്പോ ചിലപ്പോ എനിക്കുണ്ടാവില്ല, പിന്നെ രണ്ടാളും അടിയായി. സ്റ്റാർട്ടിങ് കിട്ടണം, സ്റ്റാർട്ടിങ് കിട്ടിയതിന് ഫ്ലോയില് പോവും. രണ്ടുപേർക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡും കൂടെ ആകുമ്പോൾ രസമായിട്ട് അങ്ങോട്ട് പോകും. ഈ ഐഡിയ നമുക്ക് ഇനി വീഡിയോ ചെയ്യാം, ഒരു കപ്പിൾ വീഡിയോ ചെയ്യാം. ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി കപ്പിൾ വീഡിയോസ് പല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ കോമഡി കോണ്ടന്റ് ചെയ്യുന്നവരുണ്ട്, ഡാൻസ് വീഡിയോ ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ കണ്ടന്റ് ബേസ് ചെയ്യുന്നവരുണ്ട്, ഈ ഒരു ടൈപ്പ്. പക്ഷെ നിങ്ങളുടെ എപ്പോഴും മ്യൂസിക് അല്ലേ, ഡയലോഗ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ ഈ രീതി തന്നെ പോവാം, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ കൊണ്ടുവരാം എന്നങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനെയാ? അത് സംസാരിക്കാൻ മടിയായിരുന്നു ക്യാമറയുടെ മുന്നിൽ, പിന്നെ സോങ് ആക്കി. പിന്നെ എല്ലാരും പറഞ്ഞു സോങ് തന്നെ ഇട്ടാ മതി, അത് വൃത്തിണ്ട്, ചെറുതായിട്ട് എന്തായാലും സംസാരിച്ചാൽ മതിയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു സോങ് സെലക്ഷൻ അതെല്ലാം എനിക്ക് ഇഷ്ടമായി, മലയാളം സോങ്സ് ആണ് നമ്മൾ എടുക്കുക.
ഇത് തൃശ്ശൂർ അല്ലേ ആള്? പക്ഷെ തൃശ്ശൂർ സ്ലാങ് ഇല്ല. അല്ല, ഞാൻ തൃശ്ശൂര് മലപ്പുറം ബോർഡറാ. ഓക്കെ. ഞാൻ നമ്മുടെ മലബാർ സംസാരപ്പെട്ട ഇവിടെയാണ് എനിക്ക് കണ്ണൂര് എന്ന് ഞാൻ വിചാരിച്ചു. ഇല്ലേ? ഓക്കെ. ഈ കണ്ണൂരിൽ ഓക്കെ ഒന്ന് മലബാർ, ഓക്കെ നമ്മുടെ മലപ്പുറം ഏരിയ ആണ് കണ്ണൂര്. നിങ്ങൾ ശരിക്കും എവിടെ നിന്നാണ് കണ്ടുമുട്ടണേ? ബാംഗ്ലൂര്. ഒരേ സ്വരത്തിൽ മറുപടി കിട്ടി. ബാംഗ്ലൂരിലല്ലേ? എവിടെ വെച്ചാണ് കണ്ടുമുട്ടണേ? കോളേജ്. ഒറ്റ വാക്കിൽ ഉത്തരം. അവിടെ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മളെ കോളേജിലെല്ലാവരും അവിടെ ചായ കുടിക്കാനൊക്കെ വരാം. അപ്പൊ ഇവൻ സീനിയർ ആണ്, ജൂനിയർ. അങ്ങനെ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന്. റാഗിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോ സീനിയറിന്റെ ഭാഗത്തുനിന്ന്? എന്തായിരുന്നു റാഗ് ചെയ്ത് ആള്? എന്താണ് ഇങ്ങനെ പാട്ട് പാടുന്ന അങ്ങനത്തെ ഒക്കെ പറയുള്ളൂ. അതൊന്നും എനിക്കൊന്ന് ഇമാജിൻ ചെയ്യണം, ഒന്ന് കാണിച്ചു തരാൻ പറ്റോ? എങ്ങനെ റാഗ് ചെയ്തേ ആദ്യം കാണുന്ന സമയത്ത്? എന്താ പേര്? അമന്യ. ചിരിക്കണം എന്തിനാ? ഒരു പാട്ട് പഠിക്കുന്ന പാട്ട് പാടാൻ അറിയില്ല. നിനക്ക് എന്താ അറിയാ? ചിരിക്കാനെ തമാശ പറഞ്ഞ എന്നാ പാട്ട് പാട്. ശരിക്കും ഇങ്ങനെ തന്നെയാണോ റാഗിയത്? കുറച്ചും കൂടെ ഈ സീനിയർ ആവുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഓൾറെഡി റാഗിങ് കിട്ടിയിട്ടാണല്ലോ നമ്മൾ ഇരിക്കണേ. ഫസ്റ്റ് ബാച്ച്. അപ്പൊ ഇവർക്ക് സീനിയേഴ്സ് ഇല്ല. ഇവര് നമ്മളിപ്പോ നമ്മള് ജൂനിയേഴ്സ് ഇവര് അങ്ങനെ. അതുകൊണ്ട് ഇവരാണ് അവിടെ ഭരിക്കുന്ന ആൾക്കാര്. ഈ നമ്മൾ ആദ്യം വഴക്കിട്ട് തുടങ്ങുന്ന റിലേഷൻഷിപ്പ് പിന്നീട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് മാറുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വഴക്ക് നിന്ന് തുടങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ഓക്കെ. ഫസ്റ്റ് ഒക്കെ ഫുൾ ഇങ്ങനെ കാണുമ്പോ തന്നെ ഇങ്ങനെ ഒച്ചപ്പാടാക്കാനായിട്ട് നിക്കുന്ന പോലെയാ. എന്താ പറയാ, നമ്മളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഗേൾസ് ഇല്ല. നമ്മളെ ഫ്രണ്ട് സർക്കിൾ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ പിന്നാലുണ്ടായിരുന്നു. ഇവളിങ്ങനെ താങ്ങി നടക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ബോയ്സിനെ റാഗിന് വിളിക്കുമല്ലോ, അപ്പൊ ഇവളെ റാഗിയില്ല. അപ്പൊ ഞാൻ റാഗിങ് ചെയ്യും, നല്ല കൊടുക്കും, നല്ല ചീത്ത അറിയും. അപ്പൊ അങ്ങനെയൊക്കെ എനിക്കിഷ്ടല്ല അങ്ങനെ ഒരാളെ മാത്രമായിട്ട് ഇങ്ങനെ താങ്ങി നടക്കണേ. ഇഷ്ടല്ല. ഓക്കെ. കൊടുക്കുമ്പോ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം. ഒരാൾക്ക് മാത്രം പ്രത്യേക ഒരു ഇതൊന്നുമില്ല. അത് കൊള്ളാം. ഇതാണോ ഇഷ്ടപ്പെട്ടത് ശരിക്കും? പക്ഷെ അടുത്തറിഞ്ഞപ്പോ മനസ്സിലായില്ല ഭയങ്കര സ്നേഹം ഉള്ള ഒരാളാണ്. ഞങ്ങൾ പുറത്ത് കുറച്ച് ദേഷ്യം കാണിച്ചാൽ പാടില്ലല്ലോ. അടുത്തറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇതിപ്പോ നിങ്ങള് ഈ റാഗിങ് പരിപാടി കഴിഞ്ഞു, ഒരേ കോളേജില് സീനിയർ ജൂനിയർ. ഇത് എപ്പോഴായിരുന്നു ക്ലാസ് തുടങ്ങിയത്? എത്രയായിരുന്നു? ഒരു കൊല്ലം. എനിക്ക് ക്ലാസ് തുടങ്ങിട്ടോ എനിക്കിപ്പോ 1 year ആയി. 1 year ആയി. അപ്പൊ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു. എങ്ങനെയായിരുന്നു ആ പ്രോസസ്സിങ്? 3-4 months ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ കമ്പനി ആയിട്ട് അങ്ങനെ. സ്റ്റാർട്ടിങ് മൊത്തം ഫ്രണ്ട്സ് ആയിരുന്നു. ആൾക്കുള്ളിലുണ്ട്, പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് മനസ്സിലായി വന്നു അങ്ങനെ. പിന്നെ എല്ലാവർക്കും മനസ്സിലായി, പിന്നെ സെറ്റായി. പറയുകയും ചെയ്തു, പ്രപ്പോസും ചെയ്തില്ല, രണ്ടാൾക്കും മനസ്സിലായി. അങ്ങനെ പിന്നെ ഫുള്ള് ഓക്കെ. ശരിക്കും ഇപ്പൊ ഒത്തിരി പേര് നമ്മുടെ പുറകെ നടക്കുന്നുണ്ട് പറയല്ലോ. അപ്പം ഇത്ര ആളുകളില് ഞാൻ ഓക്കെ എനിക്ക് ഇവനോടാണ് ഇഷ്ടം തോന്നിയത്, കാരണം അത്രയും പ്രപ്പോസൽസ് വരുമ്പോ എന്തുകൊണ്ട് ആളെ പിക്ക് ചെയ്തു? അതിലൊരു റീസൺ എന്താ? കൊറേ ഉണ്ടല്ലോ. എങ്കിലൊരു 5 റീസൺ പറയൂ. 5 ജോലില്ല, അങ്ങനല്ല പഠിപ്പിച്ച പോലെ പറയാം. നേരത്തെ പറഞ്ഞില്ലേ, അവിടെ തന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അങ്ങനത്തെ പെരുമാറ്റം എല്ലാവരും സംസാരിക്കുന്നതും ആ ഒരു കാര്യത്തില് ബിഹേവ് ചെയ്യുന്നതും. വേറൊന്നും ഇല്ലാന്ന് കേൾക്കുന്നുണ്ടോ? 5 കാര്യം പറയാ മതി നിർത്ത. അയ്യോ, ഇതിപ്പോ 7 മാസം എത്ര ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടില്ല. ഓക്കെ. തിരിച്ച് ഇപ്പൊ ഒരു പോയിന്റ് ആണ് പറഞ്ഞട്ടോ, ഈ പറഞ്ഞ ബിഹേവിയർ ആണ് പറഞ്ഞത്. ആൻഡ് തിരിച്ച് ആളെ ഇഷ്ടപ്പെടാൻ ആദ്യം കുറച്ച് കലിപ്പൊക്കെ ഇടും, എന്നിട്ട് നമ്മൾ എസ് പറഞ്ഞോ? അതിന്റെ റീസൺ അതേപോലെ എന്ത് കാര്യത്തിനൊപ്പം നിൽക്കും, പിന്നെ ഇങ്ങനെ സപ്പോർട്ടീവ് ആണ് എല്ലാ കാര്യത്തിനും. നല്ല ക്യാരക്ടറാണ്, പാവാണ്, അതൊക്കെ തന്നെ. നിങ്ങളിപ്പം നമ്മുടെ ഇപ്പൊ മലബാർ സ്ലാങ്ങിൽ സംസാരിക്കുന്ന കേൾക്കാനേ ഭയങ്കര രസമാണ്. ഓക്കെ, നമ്മുടെ പക്കാ മലബാർ സ്ലാങ്ങിൽ ഒന്ന് പ്രപ്പോസ് ചെയ്യാം. കണ്ണൂര് നമുക്ക് കണ്ണൂർ ഭാഷയിൽ സംസാരിക്കാം. നിങ്ങൾ എന്തിനാണ് ഇപ്പാ നിങ്ങൾ പറ.
ചാടിക്കോ തുള്ളിക്കോ. ആ ചാടിക്കോ. അവിടെ മലപ്പുറത്ത് അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, അത് മാത്രമേ കളിയാക്കാം. ചില വാക്കുകൾ ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ലല്ലോ, അവിടെ ഇവിടെ വ്യത്യാസം. ഞാൻ എടുത്ത് ചാടിക്കോന്ന് പറയുമ്പോ അതെടുത്ത് ചാടും. ഒന്ന് ഹെൽപ്പ് ചെയ്യ് രാജു. ഇതിനൊന്നും ഒരു ഹെൽപ്പില്ല, ഒരാളെ സഹായം ഉള്ളിന്ന് വരണതൊക്കെ വരുന്നില്ല. ചിന്തിച്ചു വരും വരും. ആളുടെ മുഖം ഒന്ന് ആലോചിക്കാം. എനിക്ക് ഇഷ്ടാണ് അങ്ങനെ കണ്ണൂസിലാണെങ്കില്. എനിക്കെന്നെ നല്ല ഇഷ്ടാ. അപ്പൊ അങ്ങനെ കഴിക്കാൻ താല്പര്യമുണ്ട്. ഇഷ്ടാണ് തിരിച്ചു പറ എന്തത്ര ഉള്ളു. എന്തെന്റെ ഇഷ്ടായി ഒരു 5 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. കൊള്ളാം കൊള്ളാം. ബിഹേവിയർ തന്നെ. വേറെ ഒന്നുമില്ലേ? എനിക്കും ഇഷ്ടാണ് കല്യാണം കഴിക്കാൻ താല്പര്യം. അത് ശരി. ശരിക്കും റിയൽ പ്രപ്പോസൽ എങ്ങനെയാ ശരിക്കും ഉണ്ടായത്? ഇതുപോലെ ഡയലോഗ് ഒന്നും പറഞ്ഞിട്ടില്ല? ഓക്കെ. ശരിക്കും ഇന്റർവ്യൂസിൽ വന്നാണ് ആ പ്രപ്പോസൽ ഒന്ന് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണേ. ഇറങ്ങിയപ്പോ അതില് പ്രപ്പോസ് ചെയ്യാറുണ്ടായില്ലല്ലോ, എല്ലാരും മെസ്സേജ് ഇട്ട് പറഞ്ഞു എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു. അറിയണ്ടേ ഗേൾസിന് ഇപ്പോഴും സിംഗിൾ ആയിട്ട് നടക്കുന്ന ഒത്തിരി ആൺകുട്ടികളുണ്ട്. സോ അവർക്കൊരു പൊടിക്കൈ പറഞ്ഞു കൊടുക്കാൻ പറയുകയാണെങ്കിൽ, രണ്ടുപേരും 2K ആണോ? ഓക്കെ. അപ്പം ഒരു പൊടിക്കൈ. ഇപ്പൊ തന്നെ ഒരു കൊറിയൻ ലുക്കിലേക്കാണ് നച്ചു വന്നിട്ടുള്ളത്. ക്ലീൻ ചെയ്യും. ഇപ്പത്തെ അവർക്ക് കൊറിയൻ ലുക്കാണോ ഇഷ്ടം? ആ രീതിയിൽ മാറിയതാണോ? അല്ല, ഇങ്ങനെ തന്നെ ആ ലുക്ക് കാണുന്നുണ്ടോ? താടിയൊക്കെ വെച്ചിട്ട് ബാഡ് അടിക്കുന്നത്. നിങ്ങളുടെ ഇപ്പൊ നമ്മൾ പൊതുവെ കേൾക്കുന്നത് ഈ 2K ആയിട്ടുള്ള പിള്ളേരൊക്കെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നില്ലേ? ശരിക്കും അങ്ങനെ പല വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ടോ നിങ്ങള്? ശരിക്കും ഈ പൂക്കി വൈബ്, സ്കിബിഡി അങ്ങനത്തെ വാക്കുകൾ ശരിക്കും 2K തന്നെയാണോ എന്നൊക്കെ ഇല്ല അല്ലേ? പക്ഷെ അത് വെറുതെ പറയണോ എല്ലാരും? ഓക്കെ. എന്തൊക്കെ കൗപാതങ്ങളെ പറഞ്ഞു വരുന്ന 2K പിള്ളേർ. ഞങ്ങൾക്ക് അറിയില്ലടാ, ഞങ്ങൾ 90s അല്ലേ. പക്ഷെ നിങ്ങളുടെ ആ ഗ്യാങ് അങ്ങനത്തെ വേർഡുകളൊന്നും ഉപയോഗിക്കാറില്ല. ഓക്കെ. എങ്കിലും ഒരു ഡിഫറെന്റ് ഫീൽ ചെയ്ത് എന്തായിരിക്കും? നമ്മളങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഈ പിള്ളേഴ്സിനെയാണ് കൂടുതലായിട്ട് സഹിക്കാനും അങ്ങനൊക്കെ. നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകള്? ഓക്കെ. എന്താ 90s ആൾക്കാർ വെറും പറച്ചില് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അനുഭവം ഒന്നുമില്ല, അത് ഉള്ള സത്യല്ലേ. ഞങ്ങളങ്ങനെ വിട്ടുകൊടുക്കൊന്നുമില്ല. ഷെടാ ഇതിപ്പോ ഒരു വാറ് നടക്കുന്നൊക്കെ. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള റീസൺ? എന്തെങ്കിലും അനുഭവം ഉണ്ടാവും തോന്നുന്നു. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്ത് അനുഭവം ഉണ്ട്. അതല്ല, ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങള് റോട്ടിൽ കൂടെ പോകുമ്പോ എണ്ണ വിചാരിക്കും, പെട്രോൾ കഴിഞ്ഞ് വണ്ടി പോകുമ്പോ അപ്പൊ ആരെങ്കിലും 90s ആരെങ്കിലും വന്നിട്ട് എന്നെ മേടിച്ചോണ്ടെന്നെ ചോദിക്കോ? പക്ഷെ ചെക്കന്മാരങ്ങനെയല്ല, ഓടി വന്നിട്ട് ചോദിക്കൊന്നുമില്ല, അപ്പൊ തന്നെ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ കാലിച്ചേരാ അങ്ങനെ പറയാ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ആരാ എന്താന്നൊന്നും നോക്കാതെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. ഓ നൈസ്. വേറെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ? വേറെ ഇപ്പൊ അങ്ങനൊന്നുമില്ല. അത്യാവശ്യം ഹെൽപ്പിങ് ഉള്ളവർ, കാരണം അവർക്കറിയാം അവരാ ഒരു സ്റ്റേജ് കടന്നു പോയുള്ളതാണ്. അപ്പൊ മറ്റവരെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ചെയ്യണം അവര്. ഓക്കെ മനസ്സിലായി. ഓക്കെ. എങ്കിലും ഈ പറഞ്ഞ 2K 90s എന്നൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ ഒരു കണക്ഷൻസ് ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ പഴയ പാട്ടുകൾ കേൾക്കാതെ ഇപ്പൊ പുതിയത് ട്രെൻഡ് സോങ്സ് ഒക്കെ കേൾക്കുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളാണോ? കാരണം പഴയ പാട്ട് റീൽസിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ടാ ചോദിച്ചേ. ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ആണല്ലോ പറയാറ്. പഴയ പാട്ടാണ് കൂടുതലും. പാട്ടെല്ലാവർക്കും ഇഷ്ടല്ലേ? അതെ അതെ. എങ്ങനത്തെ പാട്ടുകൾ, ആരുടെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം? എല്ലാരും പാട്ടും ഇഷ്ടമാണ്. കേൾക്കാൻ എല്ലാ പാട്ടും കേൾക്കും. ഇപ്പൊ വീഡിയോസിലെ പാട്ട് സെലക്ട് ചെയ്യുന്നത് ആരൊക്കെ ശരിക്കും ചെയ്യുന്നത്? രാജു ആണോ പാട്ടൊക്കെ സെലക്ട് ചെയ്യണേ? അതിപ്പോ പാട്ട് സെലക്ട് ചെയ്യലാണ് ഒരു ടഫ് പണി വരിക. ചിലപ്പോ
എഡിറ്റിംഗ് ഉണ്ടാവും, ചിലപ്പോ പാട്ട് നമ്മൾ ഒന്നുകൂടി ഇട്ടുണ്ടാവും, അപ്പൊ അത് മാറ്റാൻ പിന്നെ ഇരിക്കണം. ടാസ്ക്. ഇപ്പം ബാംഗ്ലൂർ പോയിട്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണല്ലോ. കുക്കിംഗ് ഒക്കെ പഠിച്ചോ? എന്താ വല്ലപ്പോഴും ചെയ്യും. വല്ലപ്പോഴും ചെയ്യും. സമയം കിട്ടലില്ല, അപ്പൊ അങ്ങനെ. ഓക്കെ. വേറെ കാര്യം ആളെ നന്നായിട്ട് കുക്ക് ചെയ്തു. എന്തൊക്കെ രാജു കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? നെയ്ച്ചോറ്, ചിക്കൻ കറി, ബിരിയാണി, അതൊക്കെ തന്നെ. ഇഷ്ടപ്പെട്ട കുക്ക് ചെയ്തതിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരുന്നു? രസമുണ്ടായില്ല. ആള് കുക്ക് ചെയ്ത് തരണം എന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഉണ്ടോ? ചായെങ്കിലും ഇപ്പം ഓൾറെഡി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇതിൽ നിങ്ങൾ ആരാണ് എന്ന് പറയാം. ഓക്കെ, അത് രണ്ടുപേരുടെയും ഫോൺ എടുക്കും. ഫോൺ കുക്ക് ചെയ്യുന്ന ഓൾറെഡി ഞാൻ ചേർന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും, അതിൽ ആരാണ് എന്ന് ഓർക്കുക. അത് കേൾക്കുമ്പോൾ ആരാണ് പേരാണ് ഓർമ്മ വരുന്നത്, അത് വേണം ടൈപ്പ് ചെയ്യാൻ. ഓക്കെ ഓക്കെ. ഇന്ന് നടി നടക്കും. കൂട്ടത്തില് ഏറ്റവും കൂടുതൽ മടിയുള്ള ആർക്കാ? ഓക്കെ, ആരാണ്? എന്തുണ്ടോ എല്ലാ കാര്യത്തിലും ഭയങ്കര മടിയാണോ? എണീക്കാൻ പറഞ്ഞ എണീക്കൂല. ഈ സമയത്തൊക്കെ എണീച്ച് തരിക. അത് രാത്രിയിലല്ലോ, രാവിലത്തെ 12 മണിയല്ലേ പറയണേ? അത് എത്ര സമയം ഉറങ്ങാ? ലേറ്റ് ആയിട്ട് എത്ര സമയം ഉറങ്ങാൻ പറ്റും അത്രയും. അതാണ് ഉറക്കം. പെമ്പിളേരെ കുറിച്ച് ഉറക്കം ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്. ഞാൻ കൊറേ നിങ്ങളെക്കാട്ടും കൂടുതൽ സമയം നമുക്ക് ഉറങ്ങണം. ഇതിപ്പോ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയോ? എന്തെങ്കിലും കിട്ടി തുടങ്ങി? ഇപ്പോഴും ഇതൊരു നമുക്കൊരു എമൗണ്ട് അതിൽ നിന്ന് കിട്ടും എന്ന് അറിയാത്ത ആളുകളുണ്ടല്ലോ. ഇപ്പൊ കാണുമ്പോ നമ്മൾ വീഡിയോസ് ചെയ്തിടുന്നു, അത് ആളുകളെ കാണുന്നു, വ്യൂ കൂടുന്നു, പോകുന്നു. അല്ല, ഇതിൽ കൂടുതൽ ആൾക്കാർക്കും അത്ര അറിയുള്ളൂ. അതായത് ഇൻസ്റ്റഗ്രാമിൽ വെറും വീഡിയോ ഇടാൻ മാത്രമാണ്, അല്ലാണ്ട് വേറെ അതിനപ്പുറം ഒന്നുമില്ല. അത് മാത്രമല്ല എല്ലാരും വിചാരം. ഇപ്പൊ എന്റെ കുടുംബക്കാരുടെ വിചാരം വരാതാ ചിലവരെ. ഇപ്പൊ എന്റെ ഫാമിലിന്നായാലും ഇവിടെ ഫാമിലി ഇപ്പൊ നമ്മൾ ഇറങ്ങിയപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായത്. അതെ, ഇതൊരു ബാക്കിയുള്ളവർക്കൊക്കെ അവര് വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി റീലിടുന്നു. ഇപ്പൊ ഓൾറെഡി വീഡിയോസ് കാണുമ്പോൾ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒത്തിരി വരുമല്ലോ. നിങ്ങൾ അതിനെ എടുക്കുന്ന രീതി എങ്ങനെയാ? ശരിക്കും നെഗറ്റീവ് ആണോ കൂടുതൽ, പോസിറ്റീവ് എന്താ കൂടുതൽ വരിക? കമന്റ്സ് ഒക്കെ നിങ്ങളുടെ പോസിറ്റീവ് ആണ്, പക്ഷെ വായിക്കാറില്ല കമന്റ്സ്. പിന്നെ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും പറയണം, അപ്പൊ അന്നേരം നമ്മൾ നോക്കുള്ളൂ. അത് കമന്റ്സ് നോക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തേ? എന്തിനാ ഇപ്പൊ പറഞ്ഞ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചില കമന്റ് കണ്ടാ പിന്നെ നമുക്ക് ഇഷ്ടാവില്ല, പിന്നെ വർത്താനം പറയാക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പിന്നെ ആർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉമ്മ മെസ്സേജ് ഓന് ഒരു ചെറിയ ചെക്കനാ, 10-12 വയസ്സായിട്ടുണ്ടാവുള്ളൂ. ഓനിങ്ങനെ എല്ലാ വീഡിയോക്ക് വന്ന് കമന്റ് ഇടും. എന്താ പറയാ, ഹറാമികള് അങ്ങനെ പറഞ്ഞിട്ട്. ലാസ്റ്റ് മോൻക്ക് മെസ്സേജ്, എനക്ക് എന്തായാലും നോക്കിയ പോരെ, എന്റെ വീട്ടിലാരും ചെയ്യും, ഞങ്ങളെ മക്കളെ ഞങ്ങൾ നോക്കിക്കൊണ്ട് ജയിലവിടെ ആക്കണ്ടാറുണ്ട് ഉമ്മ. പിന്നെ കമന്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പൊ വീഡിയോ കാണുന്ന സമയത്ത് വിചാരിക്കും ചെറിയ കുട്ടികളാ, വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ 2 വീട്ടിലും ഭയങ്കര സപ്പോർട്ടാണെന്ന് തോന്നുന്നല്ലോ വീഡിയോസ് ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഭാഗ്യല്ലേ? അല്ല, ഇപ്പൊ ഉള്ള വീട്ടിലായാലും ഭയങ്കര കാര്യമാണ്, എന്റെ വീട്ടിലായാലും ഉള്ള ഭയങ്കര കാര്യമാണ്. ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെ പറയൂ, ലൈക്ക് ബാക്കി പാരന്റ്സ് ഒക്കെ അവരുടെ പാരന്റ്സ് ഒന്നും ഇങ്ങനെ ആയിരിക്കൂലല്ലോ, നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്. എന്റെ വീട്ടിലായാലും ഉള്ള വീട്ടിലായാലും മതം ഒന്നും നോക്കില്ല, ഫുള്ള് ക്യാരക്ടർ ആ ഒരു ഇതാ നോക്കുള്ളൂ. രണ്ടാളെ ക്യാരക്ടർ മാത്രമേ നോക്കിയുള്ളൂ, മതം നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര അതൊരു ഭയങ്കര ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടാന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ കൊറേ മെസ്സേജസും വരും, ഇന്റർകാസ്റ്റ് തന്നെ അവരെ ഫാമിലിയിലൊക്കെ നല്ല സീനാ. അപ്പൊ ഇങ്ങനെ പറയൂ, നിങ്ങളുടെ പോലെ ആയാൽ മതിയായിരുന്നു അങ്ങനത്തെ ഇതില്. അവര് ഫാമിലി ഇങ്ങനെ പ്രശ്നമായോണ്ട് അവരെ തന്നെ ഒന്നും നടക്കൂല, ലൈക്ക് ബ്രേക്കപ്പ് ആക്കുക അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ മെസ്സേജ് വരാറുണ്ട്. നിങ്ങൾ തോന്നുമ്പോൾ ഇപ്പത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നൊരു ചേഞ്ച് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ടോ നിങ്ങൾക്ക്? മാറ്റം എന്താ പറയാ, മാറ്റം വരുന്ന എല്ലാവർക്കും വരേണ്ടി വരും. ഇപ്പൊ ഇതേപോലത്തെ ഓരോരുത്തരെ മൈൻഡ് ആവില്ലേ, സ്വന്തം കാര്യം നോക്കിയിട്ട് നടക്കാന്നുണ്ടെങ്കിൽ സുഖ. അതന്നെ വലിയൊരു മാറ്റം. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ മതി. അതെ, ഇതെല്ലാവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴാണ് പ്രശ്നമാവുക. സത്യം. ഇവിടെ യോജിക്കുന്നു.
ഇപ്പൊ ചില കമന്റ്സ് ഒക്കെ വരും, ഇവർ ഈ വീഡിയോ കൊണ്ട് എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന തരത്തിൽ തന്നെ കമന്റ്സ് വരാറുണ്ട്. അത്തരം കമന്റ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവില്ലേ? അവരോട് എന്താ ശരിക്കും പറയണേ? ഇപ്പൊ നിങ്ങളുടെ വീഡിയോ എന്താണ്, ഇപ്പൊ കാണുന്ന വ്യൂവേഴ്സിന് എന്താണ് കൊടുക്കുന്നത് തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അത്തരം ചോദ്യങ്ങളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സ്കിപ്പ് ചെയ്യാം. ശരിക്കും അങ്ങനത്തെ കണ്ടിട്ടുണ്ടോ? ഓൾറെഡി ഞാനൊരു ഇന്റർവ്യൂവിന് താഴെയാണ് അത് കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കമന്റ് ഇടുന്നവർക്കൊന്നും തോന്നണമെന്നില്ല. പക്ഷെ ഈ ഇതേപോലെ പറഞ്ഞില്ല, ഇന്റർകാസ്റ്റ് ആയിട്ടുള്ള അവർക്ക് റിലേറ്റബിൾ ആവും. അതാണ് പറഞ്ഞത്. കൊറേ മെസ്സേജസ് വരുത്തുണ്ട് പറഞ്ഞില്ലേ, മോസ്റ്റ്ലി അവരാണ് മെസ്സേജ് അയക്കുക. എങ്ങനെയാണ് അങ്ങനത്തെ അവരുടെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും. സൊല്യൂഷൻ ഉണ്ടോ, എന്താ ചെയ്യാ, പാരന്റ്സിനെ എങ്ങനെയാ കൺവിൻസ് ചെയ്തത്, മെയിൻ ആയിട്ട് അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. കൺവിൻസ് ചെയ്തത് എങ്ങനെ, അങ്ങനത്തെ ഇത്. അപ്പൊ മെയിനായിട്ട് ഈ റിലീജിയൻ ഇന്റർകാസ്റ്റിന്റെ ആ സംഭവം അവർക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നും. അല്ലാത്തവർക്കൊക്കെ 2025 വരുമ്പോ അതിൽ തന്നെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ആളുകൾ ഇപ്പൊ ശ്രദ്ധിക്കാറോ പോലില്ല. മാറി ഇൻസ്റ്റയിൽ തന്നെ ഇന്റർകാസ്റ്റ് കുറെ കാണലുണ്ട്. നിങ്ങളുടെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. നമ്മള് പറഞ്ഞിട്ട് തന്നെ ഇല്ല വീട്ടില്. പറഞ്ഞിട്ടില്ല. ഇല്ല, വീഡിയോ കണ്ടിട്ട് മനസ്സിലായി. അവരൊന്നും ചോദിക്കാൻ നിന്നിട്ടൊന്നുമില്ല, അവർക്ക് കണ്ടാ മനസ്സിലാവല്ലോ. പിന്നെ സിസ്റ്റർ ഒക്കെ നല്ല സപ്പോർട്ടാ. നിങ്ങൾ ഭയങ്കര രണ്ടുപേരും ഭയങ്കര സൈലന്റ് ആണെന്ന് തോന്നുന്നില്ലേ? കുറച്ച് മാത്രമേ സംസാരിക്കും. എനിക്ക് രാജുവിന്റെ അങ്ങനെ തോന്നില്ല. ആദ്യം തോന്നി, ഇപ്പൊ എനിക്ക് തോന്നില്ല. ഈ കൂട്ടത്തില് വേണ്ട കൂട്ടത്തില് ഈ കൺവിൻസിങ് സ്റ്റാർ ടൈപ്പ് ആരാണ്? ആള് എന്ത് കാര്യവും കൺവിൻസ് ചെയ്യും. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എല്ലാത്തിനും കൺവിൻസ് ചെയ്യും. അങ്ങനെയാണ് എന്തേലും ഇപ്പൊ വീട്ടിലൊക്കെ അങ്ങനെ. ഓക്കെ, ഇപ്പൊ ആളുടെ കയ്യിൽ നിന്ന് 1000 രൂപ അക്കൗണ്ടിലേക്ക് ഇടണം. ഒന്ന് കൺവിൻസ് ചെയ്ത് 1000 രൂപ വാങ്ങും. ഇപ്പൊ 1,000 നാളെ 2,500. നാളെ അതേപോലെ തിരിച്ചു തരാം. 2000 അങ്ങനെയൊക്കെ. ഇതൊന്നല്ല, നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഒരു ഇതേപോലെ തന്നെ കൊച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയാകുമ്പോ നമ്മൾ ഇതേപോലെ കൊച്ചി പോണ്. ഒരു രാവിലെ 10 മണിത്തിന് അതേപോലെ തിരിച്ച് കണ്ണൂർ അതേപോലെ എത്തണേന്ന്. വന്നത് 2 ദിവസം കഴിഞ്ഞിട്ട്. എന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ എന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, അവനോട് നമുക്ക് കേക്ക് വാങ്ങിച്ചിട്ട് പോണോ, അപ്പൊ വരണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു അമ്മ ഞാൻ വരാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെയ്തു, ഫ്രണ്ട്സിന്റെ പേരെ പോയിട്ട്. എത്ര ഡബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്, അയച്ചു കൊടുത്ത് ചമ്മിട്ടുണ്ട്. കൊറേ കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ഞാൻ ചോദിക്കും എന്തിനാ എല്ലാ കാര്യം അറിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. ശരിക്കും നിങ്ങൾ രണ്ടുപേരും എന്താ പഠിക്കണേ? BCA. ഓക്കെ, നിങ്ങളുടെ ഒരു ഡ്രീം എന്താ? ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി നിങ്ങളെ ആളുകൾക്ക് അറിഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ആഗ്രഹമുണ്ടോ? എന്താ ഒരു ഭാവി പ്ലാൻ? രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടാണ്. ഇപ്പോ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് സെം ബ്രേക്ക് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇതും തന്നെ ഇരിക്കാന്നുള്ളൊരു ഇതുണ്ട്. പോണ പോലെ പോട്ടെ, എല്ലാം വിധിയുടെ ഒരു വിളയാട്ട്. ഓക്കെ, പാട്ട് പാടോ? ഇല്ല, നല്ല ശബ്ദം. അല്ല ആളുടെ ഇവനത് ഇടുന്നതാ കേട്ടിട്ടില്ല. ഇല്ല, അത് നിങ്ങളോട് ആക്കിയതാണല്ലേ? ശരിക്കും പറഞ്ഞു. ഓക്കെ, രാജു പറഞ്ഞാ പിന്നെ നമുക്ക് ഉറപ്പാണ്. പാട്ടൊക്കെ പഠിക്കാൻ വേണ്ടി മതിയല്ലോ. അതെ, ആളെ സഹായിക്കും. നോർമലി ഓനാണ് പാട്ട് പാടാൻ നല്ല സപ്പോർട്ടും ഉണ്ട്. വേണമെങ്കിൽ ഡാൻസ് കളിക്കുന്നൊക്കെ റെഡിയാ. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കപ്പിൾ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു 2 പേര് ആളും പാട്ട് പാടോ? അത് ശരി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ 2 പേരും കൂടെ എനിക്ക് വേണ്ടി 2 പേര് പാട്ട്. പൃഥ്വിരാജിന്റെ പാട്ട്. ഓക്കെ, ആളുടെ പാടിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, റെഡി, 1 2 3 2പേരും ഒരുമിച്ച് പാടിക്കാം. അത് മതി, അത് ഞാൻ അത്ര അറിയില്ല. ആ സ്റ്റൈലത്തെ ഫിഗർ അല്ലേ, അതും കൂടെ ആളെ മുഖത്ത് നോക്കി പഠിക്കാം.
സെയിം ഇങ്ങനെ അയ്യോ. അല്ല ഓളല്ലേ പാടുന്നത് ശരിക്കും. ഈ രണ്ടുപേര് പാടിയ ആള് രണ്ടുപേര് പാടും. രണ്ടുപേരെയും ചോദിക്കുന്നുള്ളൂ. ഉള്ള രണ്ടുപേർക്ക് കേക്കണ്ട, ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പാടണ്ടേ. നിങ്ങൾക്ക് കേക്കണ്ടേ? അപ്പൊ നിങ്ങൾ രണ്ടാളും ഡീലാക്കി. അല്ല ഇത് എനിക്കൊന്ന് പാടിത്ത കൊള്ളാം. എന്ത് ഈ സ്റ്റൈൽ സോങ് അത് മതി, കൊള്ള രസമായിട്ട് രാജേട്ടന്റെ അതേ സൗണ്ടിലിട്ട് പാടണേ. കൺവിൻസിങ്. രണ്ടുപേരും പാടും പ്ലീസ്. എല്ലാവർക്കും പാട്ടേക്കണം രണ്ടുപേരും. കാരണം രാജേട്ടൻ പാടണം അതേപോലെ ഫീൽ ചെയ്യും. എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലൊത്ത ഫിഗറല്ലേ പച്ചമാങ്ങ. അപ്പം സോ ആൺകുട്ടികൾ പെൺകുട്ടികളെ വളർക്കാൻ ഈ രണ്ടുപേരെയും പാട്ട് ഇങ്ങനെ പെൺകുട്ടികളെ വളർക്കാൻ എന്തെങ്കിലും പൊടിക്കുകയുണ്ടോ? ഇന്ന കാര്യമൊക്കെ ചെയ്താ പെൺകുട്ടികളെ എന്തായാലും വളയും. അങ്ങനൊന്നുമില്ല. കാരണം ഇപ്പോഴും സിംഗിൾ ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ഓക്കെ, കഴിവിനൊന്നും പറഞ്ഞു കൊടുക്കും. നമുക്ക് ഷെയർ ചെയ്യണമെന്നാണ് നമ്മൾ പറയാറ്. ഇത് കേട്ട് വളയാത്തവരൊക്കെ വളയട്ടെ. അതല്ലാതെ പാട്ട് ആദ്യം നമ്മള് പാട്ട് പാടി. പാട്ടല്ലാണ്ട് ഇപ്പൊ ലുക്ക് വൈസ് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ പെരുമാറുന്ന രീതിയിൽ. അല്ല, ചില ഗേൾസിന് ചിലതോ ഇഷ്ടാവും. ചിലവർക്ക് നന്നായി സംസാരിക്കണം ഇഷ്ടാവുക, ചിലവർക്ക് ആറ്റിറ്റ്യൂഡ് ഇഷ്ടണ്ടാവുക, ചിലവർക്ക് കലിപ്പാവും. അപ്പൊ അതിനനുസരിച്ച് എന്നാ പോരെ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ കലിപ്പാണ് വർക്കായത്. ആറ്റിറ്റ്യൂഡ് ഓക്കെ ഓക്കെ ശരി. കൂട്ടത്തിൽ ഇപ്പൊ വഴക്കിട്ട് കഴിഞ്ഞാ ആദ്യം വന്ന് മിണ്ടുന്ന ആരാ? ആണോ? എന്തിവിടെ പോയി മിണ്ടാത്തെ? ഓൾറെഡി ആ പേര് കിട്ടി, അതിനുശേഷം ഇനി മാറില്ല. എനിക്ക് തോന്നുന്നത് അറിയോ, വളക്കാൻ വേണ്ടി കുറച്ച് കലിപ്പിട്ടതാ. വളഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിലായി ഉള്ളിൽ ഇത്രയും പാവാന്ന്. പക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ട് ആ ഒരു വൈബ്. കാരണം ഓൾറെഡി നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഇപ്പത്തെ ആൾക്ക് ഇഷ്ടാവുന്ന രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുമ്പോൾ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള. ഓൺ വോയിസിലും കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാം, കാരണം രസമാണ് നിങ്ങൾ സംസാരിക്കണേ. യൂട്യൂബൊക്കെ ചെയ്യാനൊന്നുണ്ട്, വീഡിയോസ് ഒക്കെ. ബ്ലോഗിങ്, ഡേ ഇൻ മൈ ലൈഫ്, കുക്കിംഗ് വീഡിയോ, അതുടെ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പീസ് മലബാർ. എന്നാലും അല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മള് വീട്ടിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ എന്തായാലും നമുക്കൊരു ക്രേവിങ്സ് ഉണ്ടാവല്ലോ. സോ നമ്മളത് ഉണ്ടാക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സോ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയില്ല. ആൻഡ് ഇനിയും വീഡിയോസ് ചെയ്യുക, യൂട്യൂബ് ചാനൽ ഫോക്കസ് ചെയ്യുക, നല്ല ബ്ലോഗ്സ് ഒക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.